നമസ്കാരം. ദീപ്തമായ ഈ സായം സന്ധ്യയിൽ എല്ലാ സജ്ജനങ്ങൾക്കും സന്ധ്യാദീപത്തിലേക്ക് സ്വാഗതം. ശുഭം ഭവതു കല്യാണമായുസാരോഗ്യവർദ്ധനം സർവദുഃഖ വിനാശായ സന്ധ്യാദീപം നമോസ്തുതേ. നാമം ജപായനം പുണ്യം നാമം ജപായനം പുണ്യം നിരുപമദീപാങ്കുരം പോലെ സ്വരശ്രുതിലയവരമതുലം ദീവാങ്കണം മോക്ഷ സംഗീതസാരം നീളും വഴിത്താരയിൽ ജീവതാരം മന്ത്രാലാപം മായാവിൻ നിൻ പ്രസാദം ഇരുൾ നീങ്ങിയുണരുന്ന തെളിനാളദീപം ഇരുൾ നീങ്ങിയുണരുന്ന തെളിനാളദീപം പ്രണവാമൃതം ചൊരിയുന്ന ദീപം 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 യജ്ഞം ചെയ്യുന്ന യജമാനൻ ആ പുണ്യം കൊണ്ട് പാപമകന്ന് പുണ്യലോകങ്ങളെ പ്രാപിക്കുന്നു എന്നാണ് സങ്കല്പം. അപ്രകാരം തീർത്ഥാടനം ചെയ്യുന്ന സഞ്ചാരി തീർത്ഥങ്ങൾ മുഖേന അജ്ഞാനത്തിൽ നിന്നും ആപത്തുകളിൽ നിന്നും മോചിതരായി പുണ്യലോകങ്ങളെ പ്രാപിക്കുന്നു എന്നാണ് വിശ്വാസം. ഇതുപോലെ പ്രധാനമാണ് മാനസ തീർത്ഥാടനം. നമ്മുടെ ധർമ്മശാസ്ത്രങ്ങൾ മാനസ തീർത്ഥാടനങ്ങളെക്കുറിച്ച് പ്രത്യേകം പറയുന്നുണ്ട്. മന ഏവം മനുഷ്യാണാം കാരണം ബന്ധമോക്ഷയോ എന്നാണ് പറയുന്നത്. മനസ്സാണ് മനുഷ്യൻ്റെ ബന്ധമോക്ഷങ്ങൾക്ക് കാരണം. യത് ഭാവം തത് ഭവതി, എങ്ങനെ ഭാവിക്കുന്നുവോ അങ്ങനെ ഭവിക്കുന്നു. അതിനാൽ ക്ഷേത്രങ്ങളിലും തീർത്ഥങ്ങളിലും പോകുന്നവർ നന്മ വേണമെന്നുണ്ടെങ്കിൽ സദ്ഭാവത്തിൽ പോവണം. സംയമം എന്ന തീർത്ഥഘട്ടവും സത്യമെന്ന ജലവും ശീലമെന്ന കരയും ദയ എന്ന ഓളവുമുള്ള ആത്മനദീജലത്തിൽ മുങ്ങിക്കുളിക്കാനാണ് വേദവ്യാസൻ യുധിഷ്ഠിരനോട് പറയുന്നത്. സ്വമനസ്സിൻ്റെ ശുദ്ധിയാണ് പരമതീർത്ഥം എന്ന ശ്രീ ശങ്കരാചാര്യരും നമ്മെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. ഇനി നമുക്ക് ശ്രീ കാവാലം ശ്രീകുമാർ പ്രശ്നോത്തര രത്നമാലിക ആലപിക്കുന്നത് കേൾക്കാം. കിം ഗഹനം സ്ത്രീചരിതം കഃ ചതുരഃ യോ ന ഖണ്ഡിതഃ തേന കിം ദുഃഖം അസന്തോഷഃ കിം ലാഘവം അധമതോ യാഞ്ച കിം ഗഹനം സ്ത്രീചരിതം കഃ ചതുരഃ യോ ന ഖണ്ഡിതഃ തേന കിം ദുഃഖം അസന്തോഷഃ കിം ലാഘവം അധമതോ യാഞ്ച. അടുത്തതായി ശങ്കര സ്തോത്രാമൃതം. മിക്കവരും കാര്യസാധ്യത്തിനായി പലരെയും സമീപിക്കാറുണ്ട്. അതോടുകൂടി അവരുടെ മുന്നിൽ തല താഴ്ത്തേണ്ടി വരും. അവരോട് മാത്രമല്ല, അവരിലൂടെ സമൂഹത്തിനു മുന്നിലും തല താഴ്ത്തേണ്ടി വരാം. എന്താണ് ഗൗരവം എന്ന ചോദ്യത്തിന് പ്രശ്നോത്തര രത്നമാലികയിൽ ശ്രീ ശങ്കരാചാര്യർ നൽകുന്ന ഉത്തരമാണ് ഇന്ന് സ്വാമി ചിദാനന്ദപുരി വ്യാഖ്യാനിക്കുന്നത്. പ്രശ്നോത്തര രത്നമാലികയിൽ 8ാമത്തെ ശ്ലോകമാണ് ശ്രദ്ധിക്കുന്നത്. അതിൽ 19ാമത്തെ പ്രശ്നമായിരുന്നു ചെവികളെ കൊണ്ട് ഇവിടെ ഈ ലോകത്തിൽ അമൃതം പോലെ സേവിക്കപ്പെടേണ്ടത് എന്ത്?
ഇവിടെ മറുപടി പറഞ്ഞു സതുപദേശം, സജ്ജനങ്ങളുടെ ഉപദേശം. അടുത്ത ചോദ്യം, കിം ഗുരുതായാഹ മൂലം, എന്താണ് ഗുരുതയുടെ മൂലം? ഗുരുതയുടെ മൂലം എന്ന് പറഞ്ഞാൽ ഗൗരവം, ഗൗരവത്തിൻ്റെ അടിസ്ഥാനം എന്താണ്? അവിടെ മൂലം എന്നുള്ളതിന് അടിസ്ഥാനം എന്ന അർത്ഥമെടുക്കാം. ഗൗരവത്തിൻ്റെ അടിസ്ഥാനം എന്ത്? പല രീതിയിൽ ഉത്തരം പറയാം ഈ ചോദ്യത്തിന്. കാരണം ഗുരുവിൻ്റെ ഭാവമാണ് ഗൗരവം അഥവാ ഗുരുത. അപ്പം നമുക്ക് മറ്റുള്ളവരുടെ മുമ്പിൽ, സമൂഹത്തിന് മുമ്പിൽ എപ്പോഴും ഗൗരവം നിലനിൽക്കണമെങ്കിൽ, നമ്മൾ മറ്റുള്ളവരുടെ മുമ്പിൽ, സമൂഹത്തിന് മുമ്പിൽ ലഘുവായി പോവരുത് എങ്കിൽ എന്താണ് അതിന് വേണ്ടത് എന്നാണ് ചോദ്യം. മറുപടി, യദേതത് അപ്രാർത്ഥനം നാമ. യത് ഏതത്, ഈ യാതൊന്ന്, എന്താ അത്? അപ്രാർത്ഥനം നാമ, പ്രാർത്ഥിക്കാതിരിക്കുക എന്നുള്ളതാണ് ഗൗരവത്തിൻ്റെ മൂലം. എന്താ അതിൻ്റെ അർത്ഥം? നമ്മൾ പല പല കാര്യസാധ്യങ്ങളെ കിട്ടാൻ വേണ്ടി പലരുടെ അടുത്ത് പോയിട്ട് ആവശ്യപ്പെടും. രാഷ്ട്രീയക്കാരെടുത്താകാം, മറ്റുദ്യോഗസ്ഥന്മാരെടുത്താവാം, വിവിധ മേഖലകളിലെ അധികാരികളുടെ അടുത്താവാം. നമ്മൾ കാര്യസാധ്യത്തിന് വേണ്ടി പലതും പ്രാർത്ഥിക്കും. എനിക്കത് ശരിയാക്കി തരണേ, ഇത് ശരിയാക്കി തരണേ എന്ന്. അല്ലെങ്കിൽ ധനികൻ്റെ അടുത്ത് പോയിട്ടാവും നമ്മൾ ധനത്തിന് ചോദിച്ചെന്ന് വരും. ആരെടുത്ത് എന്ത് ചോദിച്ചാലും നമ്മുടെ ഗൗരവമില്ലാതായി. പിന്നെ അവരുടെ മുമ്പിൽ നമ്മൾ തല താഴ്ത്തിയേ മതിയാവും. അവരുടെ മുമ്പിൽ മാത്രമല്ല, അവരിലൂടെ ഒരു സമൂഹത്തിന് മുമ്പിലും നമ്മൾ തല താഴ്ത്തിയേ മതിയാവും. അതുകൊണ്ട് നമുക്ക് ഈ ലോക ജീവിതത്തിൽ ഗൗരവം നിലനിർത്തണമെങ്കിൽ ആരോടും ഒന്നും പ്രാർത്ഥിക്കാതിരിക്കണം. പ്രാർത്ഥിച്ചുവോ, ഗൗരവം നഷ്ടപ്പെട്ടു. ഇനി മറ്റൊന്ന്, ഈ ലോകവ്യവഹാരം ശ്രദ്ധിച്ചാൽ മനസ്സിലാവും, ഉപകാര പ്രത്യുപകാര ബന്ധമാണ് ഈ ലോകത്തിലുള്ളത്. ഓരോരുത്തരും ഉപകാരം ചെയ്യുമ്പോൾ എന്തെങ്കിലും ഒരു പ്രത്യുപകാരം അവർ പ്രതീക്ഷിക്കും. അത് ലോകവ്യവഹാരത്തിൻ്റെ രീതിയാണ്. അപ്പം നമ്മളൊരാളോട് എന്തെങ്കിലും ഒന്ന് പ്രാർത്ഥിച്ചു എന്ന് വരികിൽ അവരിങ്ങോട്ടും എന്തെങ്കിലും ഒന്ന് പ്രതീക്ഷിക്കും. സന്ദർഭം വരുമ്പോൾ അവർ ചോദിക്കും, അത് നൽകേണ്ടി വരും. അത് നൽകാൻ പരിശ്രമിക്കുന്ന സമയത്ത് നമുക്ക് വീണ്ടും മറ്റു പലതും പലരോടും പ്രാർത്ഥിക്കേണ്ട അവസ്ഥ വരും. അതുകൊണ്ട് ജീവിതത്തിൽ ഒരു പ്രകാരത്തിൽ ലാഘവം വന്നു പോയാൽ അത് കൂടുതൽ കൂടുതൽ ലാഘവം ഉണ്ടാവുന്നതിന് കാരണമാകും. ഇത് വളരെ ശ്രദ്ധിക്കേണ്ടതാണ്. അതുകൊണ്ട് അപ്രാർത്ഥനം, ഒന്നും പ്രാർത്ഥിക്കായിക എന്നുള്ളതാണ് ഈ ലോകത്തിൽ ഗൗരവത്തിൻ്റെ അടിസ്ഥാനം. ഇത് വളരെ ശ്രദ്ധേയമാണ്, ലോകവ്യവഹാരത്തിൽ എപ്പോഴും ഓർമ്മിക്കേണ്ടതാണ്. അടുത്ത ചോദ്യം, കിംഗഹനം സ്ത്രീചരിതം കശ്ചതുരോ യോനഖണ്ഡിതസ്തേന കിം ദുഃഖമസന്തോഷഃ കിം ലാഘവം അധമതോയാഞ്ജാ. കിംഗഹനം സ്ത്രീചരിതം കശ്ചതുരോ യോനഖണ്ഡിതസ്തേന കിം ദുഃഖമസന്തോഷഃ കിം ലാഘവമധമതോയാഞ്ജാ. കിം ഗഹനം, ഇതാണ് ചോദ്യം. ഗഹനമായത്, അഗാധമായത്, നമുക്ക് തിരിച്ചറിയാൻ കഴിയാത്തത് എന്താണ്? ഈ ലോകത്തിൽ ഏറ്റവും ഗഹനമായത് എന്താണ്? ഏറ്റവും ആഴമേറിയത് എന്താണ്? അഥവാ തിരിച്ചറിയാൻ പ്രയാസമുള്ളത് എന്താണ്? മറുപടി, സ്ത്രീചരിതം. സ്ത്രീകളുടെ ചരിതമാണ് തിരിച്ചറിയാൻ പ്രയാസമുള്ളത് എന്നാണ് മറുപടി. ഇവിടെ സ്ത്രീകളുടെ എന്ന് പ്രത്യേകമായി പറഞ്ഞത് ചർച്ച നടക്കുന്നത് പുരുഷന്മാർ തമ്മിൽ ആണ് എന്നതുകൊണ്ടായിരിക്കാം. അഥവാ ഇവിടെ ഗുരുശിഷ്യ സംവാദമാണെങ്കിൽ അവിടെ ശിഷ്യൻ പുരുഷനാണ് എന്നതുകൊണ്ടായിരിക്കാം. അതാണ് യുക്തിപൂർവം നമുക്ക് എത്തിച്ചേരാവുന്നൊരു നിഗമനം. അപ്പോൾ മനുഷ്യൻ്റെ ചരിതം, വ്യവഹാരം അത് മനസ്സിലാക്കാൻ എളുപ്പമല്ല. കാരണം
പുറമേ പെരുമാറുന്നത് പോലെ ആയിരിക്കില്ല അകത്തുള്ള ഭാവം. നമ്മൾ പുറമേയുള്ള വ്യവഹാരം നോക്കിയിട്ടാണ് ഓരോരുത്തരുടെ ചരിതവും മനസ്സിലാക്കുന്നത്. എന്നാൽ അതിൽ നിന്ന് തീർത്തും ഭിന്നമാവാം അവരുടെ ഉള്ളിലുള്ള ചിന്തകൾ, അവരുള്ളുകൊണ്ട് ചെയ്യുന്നത്. അതുകൊണ്ട് പുറമേ നിന്ന് മനസ്സിലാക്കാൻ ഒട്ടും സാധ്യമല്ല. ഒരാൾ ചിരിച്ചു കാണിച്ചു എന്നുള്ളത് കൊണ്ട് അയാൾക്ക് സ്നേഹമാണെന്നോ സന്തോഷമാണെന്നോ നമുക്ക് കണക്കാക്കിക്കൂടാ. ഒരാൾ തുറന്നെല്ലാം സംസാരിക്കുന്ന ഭാവം കാണിച്ചത് കൊണ്ട് അയാൾ നമ്മളോട് തുറന്ന് സംസാരിക്കുന്നു എന്നർത്ഥമില്ല. ഇത് ലോകവ്യവഹാരത്തിൽ മനസ്സിലാക്കാൻ ഏറ്റവും പ്രയാസം തന്നെയാണ്. അതുകൊണ്ട് കിംഗഹനം സ്ത്രീചരിതം എന്ന് പറഞ്ഞു. ഉടനെ അടുത്ത ചോദ്യം വരികയാണ്, കശ് ചതുരഹ, ആരാണ് ചതുരൻ? ചതുരൻ സമർത്ഥൻ. ഈ ലോകത്തിൽ സമർത്ഥനായവൻ ആരാണ്? മറുപടി, യഹ തേന ന ഖണ്ഡിത, അതിനാൽ മുറിക്കപ്പെടാത്തവനാണ് ചതുരൻ. അപ്പോൾ അതിനാൽ എന്ന് പറഞ്ഞാൽ തൊട്ട് മുമ്പ് പറഞ്ഞതിനാൽ, സ്ത്രീ ചരിതത്താൽ. ഇപ്പോൾ സ്ത്രീകൾ ആചരിക്കുന്നതിനാൽ, സ്ത്രീകളുടെ വ്യവഹാരത്താൽ മുറിക്കപ്പെടാത്തവനാരോ ഛേദിക്കപ്പെടാത്തവനാരോ അവനാണ് ചതുരൻ, സമർത്ഥൻ. അവൻ മാത്രമാണ് ലോകജീവിതത്തിൽ വിജയിക്കുന്നത്. ഇവിടെ നേരത്തെ പറഞ്ഞത് ഒന്നുകൂടി ആവർത്തിക്കാൻ തോന്നുകയാണ്. പുരുഷൻ സ്ത്രീയാലും സ്ത്രീ പുരുഷനാലും ഒരുപോലെ ആകർഷിക്കപ്പെടും. അതുകൊണ്ട് തന്നെ ഇവിടെ പുരുഷനായ ശിഷ്യനോട് പറയുന്നത് കൊണ്ടാവണം ഈ സ്ത്രീ ചരിതവും സ്ത്രീ ചരിതത്താൽ ഖണ്ഡിതനല്ലാത്തവനും എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടാവുക. സ്ത്രീയോടാണ് പറയുന്നതെങ്കിൽ അവിടെ പുരുഷൻ്റെ നോട്ടങ്ങളാൽ അല്ലെങ്കിൽ പുരുഷൻ്റെ വ്യവഹാരത്താൽ പുരുഷൻ്റെ പ്രലോഭനങ്ങളാൽ വീഴ്ത്തപ്പെടാത്തവളാരോ അവളാണ് ചതുര എന്ന് പറയേണ്ടി വരും. വിപരീത ലിംഗം എന്നുള്ള അർത്ഥം ഇവിടെ എടുത്താൽ മതി. കാരണം വിപരീത ലിംഗത്തിലൂടെയാണല്ലോ കാമൻ പ്രവർത്തിക്കുന്നതും നമ്മെ വിവേകശൂന്യരാക്കുന്നതും. അതുകൊണ്ട് ആ ഒരർത്ഥം എടുക്കുന്നതാണ് ഉചിതം. ഏതായാലും തുടർന്ന് നമുക്ക് അടുത്ത പ്രാവശ്യം ശ്രദ്ധിക്കാം. അടുത്തതായി സനാതനധർമ്മം. ഓം നമോ ഭഗവതേ വാസുദേവായ. ദശമസ്കന്ധത്തിലൂടെയാണ് ഭഗവതവതാര ലീലകൾ കേൾക്കാനുള്ള സമയം ഇങ്ങനെ അടുത്തു വരുന്നു. അതിന് മുന്നോടിയായിട്ടുള്ള കാര്യങ്ങളാണ് ഇവിടെ പറയുന്നത്, ഭാഗവതത്തിലെ പ്രസക്തമായ കാര്യങ്ങൾ. ദശമസ്കന്ധത്തിലെ 4-ാമത്തെ ശ്ലോകത്തിൽ പറയുന്ന കാര്യത്തിലേക്ക് കടക്കുമ്പോൾ, ലോകത്തിലെ ജീവൻ മുക്തന്മാർ, മുമുക്ഷുക്കൾ, വിഷയികൾ എന്നിങ്ങനെ 3 തരത്തിലാണ് ആളുകളെ വേർതിരിച്ചിരിക്കുന്നത്. ജീവൻ മുക്തന്മാർ എപ്പോഴും ആത്മാരാമന്മാരായിട്ട് വിഷയസുഖങ്ങളെ അല്പം പോലും ആഗ്രഹിക്കാത്തവരായിട്ട് സദാ ഇങ്ങനെ ലയിച്ചിരിക്കുമ്പോഴും അവർക്ക് ഈ ലോകത്ത് എല്ലാത്തിനേക്കാളും ശ്രേഷ്ഠമായിട്ടുള്ളത് ഭഗവത് കഥകളാണ്. രണ്ടാമത്തത് മുമുക്ഷുക്കളാണ്. മോക്ഷത്തെ ആഗ്രഹിക്കുന്നവർ എപ്പോഴും അല്പം പോലും മനസ്സെങ്ങും പതറിപ്പോകാതെ, അതായത് മനസ്സ് മറ്റ് വിഷയങ്ങളിൽ പോകാതെ ഒരിടത്ത് നിർത്തുവാൻ സാധിക്കുന്നത് ഈ കഥകളിലുള്ള സഞ്ചാരമാണ്. ഇനി അടുത്ത വിഷയികൾക്ക് എപ്പോഴും ദുഃഖമേ ഉള്ളൂ. ആ ദുഃഖത്തിന് അല്പം ശമനം കിട്ടുന്നതും ഈ ഭഗവത് കഥകൾ കേൾക്കുമ്പോഴാണ്. അപ്പം ആത്മാരാമന്മാരായിരിക്കുന്ന നമ്മുടെ ജീവൻ മുക്തന്മാർക്കും മുമുക്ഷു ജനങ്ങൾക്കും വിഷയികൾക്കും 3 പേർക്ക് ഒഴിച്ചുകൂടാനാവാത്തതായിട്ടുള്ള ഒന്നാണ് ഏത്? ഈ ഭഗവത് കഥകൾ അത്രയും. അപ്പം നമ്മൾ ഏത് ഇതിലാണ് ഇരിക്കുന്നതെന്ന് ചിന്തിക്കുക. എന്നിട്ട് ഇത് നമുക്കൊക്കെ വിഷയസുഖങ്ങളിലേക്ക് രമിക്കാത്ത അതിലാണ് മനസ്സിരിക്കുന്നതെങ്കിൽ അവർക്കും ഒഴിവാക്കാൻ പറ്റില്ല. മുമുക്ഷു ജനങ്ങളാണെങ്കിലും മോക്ഷത്തെ ആഗ്രഹിക്കുന്നവരാണെങ്കിലും അവർക്കും ഒഴിവാക്കാൻ പറ്റില്ല. ഇനി മോക്ഷം ലഭിച്ചവർക്കും ഈ ഭൂമി ലോകത്ത് ഏതെങ്കിലും ഒരു ഗുണവത്തായ ഒരു കർമ്മം ഉണ്ടെങ്കിൽ അതേതാ? സജ്ജന സംഘമാണ്. ഭഗവത് കഥകളിൽ മനസ്സിരുത്തുക എന്നുള്ളതാണ്. അതാണ് അവർക്കും ശ്രേഷ്ഠത. ഈ 3 കാര്യങ്ങളെ മനസ്സിലിരുത്തിക്കൊണ്ട് വേണം അടുത്ത ശ്ലോകത്തിലേക്ക് നമുക്ക് കടക്കാൻ. അപ്പം ആ ശ്രേഷ്ഠത കൈവരിക്കാനാവുന്നത് അവനവൻ്റെ തലത്തിലിരുന്നുകൊണ്ട്
ഭഗവത് കഥകൾ കേൾക്കുമ്പോൾ, അതായത് ആത്മാരാമന്മാരായിരിക്കുന്ന മോക്ഷത്തെ പ്രാപിച്ചുവരിക്കുന്ന ജീവൻ മുക്തന്മാരായിക്കൊള്ളട്ടെ, മുമുക്ഷുജനങ്ങളായിക്കോട്ടെ, വിഷയികളായിക്കോട്ടെ, അവർക്കെല്ലാം ഉപയോഗപ്രദമായ ഒന്ന് തന്നെയാണ് ഭഗവത് കഥകൾ എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ ഇവിടെ ഈ ശ്ലോകത്തിലേക്ക് നമുക്ക് കടക്കാം. നിവൃത്തദർശൈരുപഗീയമാനാത് ഭവൗഷധാശ്രോത്രമനോഭിരാമാത് ക ഉത്തമശ്ലോക ഗുണാനുവാദാത് പുമാൻ വിരജ്യേത വിനാപശുഘ്നാത്. പറയുകയാണ്, നിവൃത്തദർശൈ, തർശയൊക്കെ നിവൃത്തമായിരിക്കുന്ന, ആശകളൊക്കെ അറ്റവർ, അങ്ങനെയുള്ള ആളുകൾ, അങ്ങനെ ആശകൾ അറ്റവരായിരിക്കുന്നുള്ള ആശകളാണല്ലോ നമ്മളെയൊക്കെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രശ്നം. അതിനെ നിവർത്തിക്കുക എന്ന് പറഞ്ഞാൽ അത്ര എളുപ്പമല്ല. പല വിധത്തിലുള്ള ഒരാശയെ നമ്മൾ ഉപേക്ഷിക്കുമ്പോഴായിരിക്കും മറ്റൊരാൾ കയറി വരുന്നത്. ഇങ്ങനെ ബഹുവിധ ആശകളുടെ ഒരു മാല തന്നെ നമ്മുടെ ഇടയ്ക്കുണ്ട്. അതൊരിക്കലും ഒന്നിൽ നിന്ന് ഒന്നിലേക്ക് പോകുന്നല്ലാണ്ട് അതിന് വിരാമം വരുന്നില്ല. അങ്ങനെ പക്ഷേ ഇവിടെ വിരാമം ഇടാനൊരു മാർഗമാണ് ഈശ്വര ഭഗവത് കഥകൾ കേൾക്കുക. അങ്ങനെ കഥകൾ കേട്ട് 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 മനസ്സിൽ നിന്ന് മറ്റുള്ള വിഷയത്തിനോട് താല്പര്യം ക്ഷയിച്ച് അതിൽ ഒന്നിൽ തന്നെ മനസ്സ് ഏകാഗ്രപ്പെടും, ഭഗവാനിൽ തന്നെ. അങ്ങനെയുള്ള ആളുകളാണ് ആശയറ്റവരെന്ന് പറയുന്നത്. നിവൃത്ത തർശൈഹി ഉപഗീയമാനാത്, അങ്ങനെയുള്ള ആളുകൾ അധികം കീർത്തിക്കപ്പെടുന്നവരായിരിക്കും. വളരെയധികം ഭക്തിയോടുകൂടി കീർത്തനങ്ങൾ ചൊല്ലണം. നമ്മളെപ്പോഴും സ്തുതികളൊക്കെ ചൊല്ലുമ്പോഴത്തേക്ക് നമ്മൾ ചൊല്ലുന്ന സമയത്ത് ചിലർക്ക് ശാരീരികമായ അസുഖങ്ങളുണ്ടാകാം, ചിലർക്ക് മാനസിക പ്രശ്നങ്ങൾ കൂടുതലായിരിക്കാം, ചിലർക്ക് അവിടെയുള്ള ശബ്ദങ്ങളുടെ പലതരത്തിലുള്ള പ്രതിസന്ധികൾ നമുക്കുണ്ടായാലും ആ പ്രതിസന്ധികളിലും ഒന്നിലും തന്നെ മനസ്സ് പോകാതെ ഭക്തിപൂർവ്വം സ്തുതിക്കാൻ കഴിയുന്നത് ഒരു തീവ്രമായ ഇച്ഛ തന്നെ അതിന് നമുക്ക് വേണം. ഭഗവത് അനുഗ്രഹം ഉണ്ടാകണം എന്നുള്ള ആഗ്രഹത്തോടു കൂടി സ്തുതികളെ ചൊല്ലാൻ നമുക്ക് കഴിയണം. അതാണ് അധികം കീർത്തിക്കപ്പെടുന്നവരായും ഉപഗീയമാനാത് ഭവൗഷധ, സംസാര രോഗത്തെ തീർക്കുന്നത്. സംസാര രോഗത്തെ തീർക്കുന്നതെന്ന് പറഞ്ഞാൽ മാറ്റുന്നത്, പൂർണ്ണമായും നമ്മളിൽ നിന്ന് മാറ്റുന്നത്. ഈ സംസാര രോഗമെന്ന് പറയുന്നത് ദുഃഖമാണ്. സുഖത്തെ തേടിയുള്ള യാത്രയിൽ ദുഃഖം മാത്രമേ ഇവിടെയുള്ളൂ. അങ്ങനെയുള്ള ദുഃഖഭൂമിയിൽ സംസാര രോഗത്തെ തീർക്കുന്നതും ശ്രോത്രാഭിമാന, ചെവികളെയും മനസ്സിനെയും അഭിരമിപ്പിക്കുന്നത്, സന്തോഷിപ്പിക്കുന്നതും ആനന്ദിപ്പിക്കുന്നതും ഉത്തമ ശ്ലോക ഗുണാനുവാദാത്, ഈശ്വരനെ സ്തുതിക്കുന്ന ശ്ലോകങ്ങളാണ് ഉത്തമ ശ്ലോകങ്ങൾ. അതിൻ്റെ കീർത്തനത്താൽ അതിൽ നിന്ന് പശുഘ്നാദ്വിന, പ്രാണിഹിംസകനല്ലാതിരിക്കുന്ന ഖഹപ്പുമാൻ, ഏതൊരു പുരുഷൻ വിരക്തനായി ഭവിക്കും. അതായത് ആരാണ് വിരക്തനായിത്തീരുന്നത്? ഇങ്ങനെയൊക്കെയുള്ള സ്തുതിഗീതങ്ങൾ ചൊല്ലുന്നത്, ഈശ്വരകാര്യങ്ങൾ കേൾക്കുന്നവർ, അങ്ങനെയുള്ള ആളുകൾ വിരക്തന്മാരായി ഭവിക്കും. ഒരാൾ ഒഴികെ. ആരാ? ഈ മിണ്ടാപ്രാണികളെയൊക്കെ കൊല്ലുന്നവരൊഴികെ, അതിനെ ഭക്ഷിക്കുന്നവരൊഴികെ ഉള്ള ആളുകൾക്ക് എന്തുകൊണ്ട് ഈ അവസ്ഥ വന്നു ചേരില്ല? ഈശ്വര ഭജനം ചെയ്യുന്നതിലൂടെ എന്തുകൊണ്ടാണ് അവർക്ക് ഈശ്വരകാരുണ്യം വരാത്തത്? അങ്ങനെ ചിന്തിക്കേണ്ട, തീർച്ചയായും വരുമെന്നുള്ള കാര്യം ഉറപ്പിച്ചുകൂടെ പറഞ്ഞിരിക്കുക. അപ്പം ഞാൻ നേരത്തെ പറഞ്ഞ ഈ ശ്ലോകത്തിൻ്റെ ആമുഖമായിട്ട് സൂചിപ്പിച്ച കാര്യം മനസ്സിൽ ഓർത്തു വയ്ക്കുക. ഓർത്തു വെച്ചുകൊണ്ട് തന്നെ നിങ്ങൾ ആശയറ്റവരെന്ന് പറയുമ്പോൾ ജീവൻ മുക്തന്മാരായി എടുക്കുക. ഉപഗീയമാനാത്, അധികം സ്തുതിക്കപ്പെടുന്നവരാരാണ്? എപ്പോഴും ഭഗവത് സ്തുതി ചൊല്ലുന്ന മുമുക്ഷുജനങ്ങളാണ്. സംസാര രോഗത്തെ തീർക്കാൻ വേണ്ടിയിട്ട് ഭവൗഷധ, സംസാര രോഗത്തെ തീർക്കുന്നതിന് വേണ്ടിയിട്ട് ഭഗവത് നാമം ചൊല്ലുന്ന വിഷയികളായ ഈ ലോക ജീവിതം നയിച്ചുകൊണ്ടിരിക്കുന്ന ആളുകളാണ്. അങ്ങനെയുള്ള എല്ലാവർക്കും വേണ്ടി ഉള്ള ദിവ്യ ഔഷധം എന്ന് പറയുന്നത് ഭഗവത് നാമകീർത്തനം തന്നെയാണ് എന്നുള്ളത് തത്വത്തെ ഉറപ്പിച്ച് ഭാഗവതം പറഞ്ഞിരിക്കുകയാണ്. 3 കൂട്ടർക്കും ഈ ഭഗവത് കഥ കേൾക്കുന്നതാണ് ഉത്തമമെന്ന് പറഞ്ഞിരിക്കുന്നു. എല്ലാവരും ശ്രദ്ധയോടുകൂടി ഭക്തിയോടുകൂടി മറ്റ് വിചാരങ്ങളൊന്നുമില്ലാണ്ട് മനസ്സിനെ ഒരിടത്ത് ഏകാഗ്രമാക്കി വെച്ചുകൊണ്ട് മനസ്സിൽ ഭഗവത് കഥകൾ കേൾക്കുന്ന അത്രയും വിചാരം ചെയ്ത് ഉറപ്പിക്കണം. ഏറ്റവും ശ്രദ്ധേയമായ ഭാഗങ്ങളിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. അരിലീലാമൃതം
എത്ര പാനം ചെയ്താലും മതി വരാത്ത ഒന്നാണ്. ആ പാനാമൃതത്തെയാണ് അമൃത TV വഴി നമ്മുടെ മുമ്പിൽ എത്തുന്നത്. സേവിച്ചുകൊണ്ടേയിരിക്കുക. സേവിക്കുന്തോറും തീർന്നു പോയോ എന്നുള്ള ചോദ്യം നമ്മുടെ മുമ്പിൽ വന്നു ചേരും. അതാണ് ഭാഗവതത്തിൻ്റെ ഏറ്റവും വലിയ പ്രസക്തി. കേട്ടതാണെങ്കിൽ കൂടിയും വീണ്ടും കേൾക്കാനുള്ള താല്പര്യം, അതൊരു അമൃത് പോലെ തന്നെ മനസ്സിലും ഹൃദയത്തിലും സൂക്ഷിച്ചു വയ്ക്കാൻ നമുക്ക് കഴിയുക. അതിലൂടെയുള്ള അനുഭൂതി തരംഗങ്ങളിലൂടെ തന്നെ ജീവിതം മുന്നോട്ട് നയിക്കാൻ നമുക്ക് സാധിക്കുക. ഇതൊക്കെയാണ് ഭഗവത് അനുഗ്രഹം എന്ന് പറയുന്നത്. അപ്പോൾ എല്ലാവർക്കും ആ അനുഗ്രഹം ഉണ്ടാകട്ടെ. നമസ്കാരം. തുടർന്ന് ദീപാരാധനയാണ്. ക്ഷേത്ര സന്നിധിയിലെത്തി മംഗളാരതി തൊഴുത് ഇന്നത്തേക്ക് മടങ്ങാം. എല്ലാവർക്കും നമസ്കാരം. त्र्यम्बकं यजामहे सुगन्धिं पुष्टिवर्धनम् उर्वारुकमिव बन्धनात् मृत्योर्मुक्षीय मामृतात्। ॐ